നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അയാളുടെ പേര് ഹെൻറി ഫിയോൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ടൈലർ പോലെ തന്നെ ഇയാളും ചില ബിസിനസ് മാനേജ്മെൻറ്റിന് ചില പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഇയാളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്. അതായത് ഒരു ജോലിനെ പല പല ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഗുണങ്ങൾ: ഒന്ന്, നമ്മൾ ആ ഒരു ജോലിയിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. രണ്ട്, നമുക്ക് പറയുന്ന സമയത്ത് വൃത്തിയായിട്ട് ജോലി ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മാനേജേഴ്സിന് അവരുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് ഓർഡേഴ്സ് കൊടുക്കാനും അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അവർക്ക് കൊടുക്കണം. ഓക്കെ, പക്ഷേ അതൊരു ബാലൻസ്ഡ് വേയിലായിരിക്കണം. എല്ലാം പവറും അവർക്ക് കൊടുക്കരുത്, എന്നാൽ പവർ ഒട്ടും കൊടുക്കാതെയും ഇരിക്കരുത്. ഓക്കെ, ഇനി ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവർ മാനേജേഴ്സ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അത് അതുപോലെ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും നമ്മൾ ഉണ്ടാക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, അതായത് ഒരു എംപ്ലോയിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു എംപ്ലോയിക്ക് ഒന്നിലധികം സുപ്പീരിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ തരുന്ന ഓർഡേഴ്സ് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പാടില്ല. അപ്പോൾ ഒരു മാനേജറിന് അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിന് 3-4 എംപ്ലോയീസ് ആണെങ്കിൽ അങ്ങനെ. അറ്റ് ദ സെയിം ടൈം ഒരു എംപ്ലോയിക്ക് ആ ഒരു മാനേജറിൻ്റെ ഇതിൽ ഒബേ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. ഇനി അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ വർക്കുകളും ഒരു ഒബ്ജക്റ്റീവ് തന്നെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ജോലികൾ ചെയ്യേണ്ട രീതികളും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും എപ്പോഴും ഒരു സാമ്യം വേണം, ഒരു കോർഡിനേഷൻ വേണം. എന്നാൽ മാത്രമേ എംപ്ലോയീസിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് നേരത്തെ നമ്മളൊരു പ്ലാൻ റെഡിയാക്കി വെക്കണം. ഓക്കെ, ഇത്ര ആക്ടിവിറ്റീസാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ടിവിറ്റീന് ഇത്ര സമയം എടുക്കും. അപ്പോൾ ഇത്രയും സമയം തൊട്ട് ഇത്രയും സമയം വരെ ഇന്ന ജോലി ചെയ്യുക, ബാക്കിയുള്ള സമയം ഇന്ന ജോലി, അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആ പ്ലാൻ ആയിരിക്കണം നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ നമ്മൾ പറയേണ്ടത്. ഇനി സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് സബോർഡിനേറ്റ്സിൻ്റെ താല്പര്യങ്ങളും നമ്മൾ മാനിക്കുന്നുണ്ടെന്നും നമുക്കത് മനസ്സിലാക്കുന്നുണ്ടെന്നും എന്ന് അവരെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കി എടുക്കണം.